എന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ ചട്ടുകമാവാൻ സമസ്തക്ക് സാധ്യമല്ല. സമസ്തക്ക് കൃത്യമായ നിലപാടും അതിന് ചില നയങ്ങളുമുണ്ട്. അതിലൂടെ മുന്നോട്ട് പോകും. എന്നാൽ 989 ആ ദൗർഭാഗ്യകരമായ പിളർപ്പ്, അതിൽ നമ്മൾ ആരും സന്തോഷിക്കുന്നില്ല. ആ മുറിവ് കൂടിയിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എക്കാലത്തും സുന്നി കൈരളി ആഗ്രഹിച്ചത്. ഇനിയും ഇൻഷാ അല്ലാഹ് ആ ഒരു ആഗ്രഹം പൂവണിയാൻ വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് നമ്മൾ. ആ സമയത്താണ് വീണ്ടും സമസ്തയുടെ സ്ഥാപക ദിനം ഇന്നലെ സമുചിതമായി ആചരിച്ചു. ഇവിടെയുള്ള 89 പിരിഞ്ഞുപോയ AP വിഭാഗം, കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം, അവരും അത് ആചരിച്ചു, നമ്മളും ആചരിച്ചു. പക്ഷേ ആ സമയത്ത് സ്ഥാപക ദിനത്തിൽ AP ഉസ്താദ് വിതുമ്പിക്കരഞ്ഞു. AP ഉസ്താദ് വിതുമ്പിക്കരഞ്ഞു എന്ന് പറയുമ്പോൾ എന്തിനാണ് കരഞ്ഞത്? ആ കരച്ചിലിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നോ? ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കൃത്യമാണ്, അദ്ദേഹം ആത്മാർത്ഥതയോടുകൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം തൊട്ടുകൊണ്ട് തന്നെയാണ് ആ കരച്ചിൽ വന്നത്. അതൊന്നും നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞ് പരിഹസിക്കേണ്ട ആവശ്യമില്ല. ഉള്ളതുപോലെ തന്നെ നമുക്ക് പറയാം. കാരണം സമസ്തയുടെ ചരിത്രം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഒരു കാലത്ത് ഒന്നിച്ച് നിന്ന കാലത്ത് ആ പടയോട്ടം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മഹാനായ പറവണ്ണ ഉസ്താദ് നയിച്ച ആ വിപ്ലവം, ഖുതുബി ഉസ്താദ് നയിച്ച ആ വിപ്ലവം, പറവണ്ണ ഉസ്താദും വിദയികളും തമ്മിലുണ്ടായ സംഘടനകൾ, സംവാദ സംഘടനകൾ എന്ന് പറഞ്ഞാൽ അക്രമമല്ല, വിദയികളുമായിട്ടുള്ള അതിശക്തമായ പോരാട്ടം, സംവാദങ്ങൾ, എടവണ്ണ അലവി മൗലവിയും സുന്നി പക്ഷത്ത് ശംസുൽ ഉലമയൊക്കെ നടത്തിയ ആ ഒരു സംവാദം ഒന്ന് ആലോചിച്ച് നോക്ക്. ശംസുൽ ഉലമ പൂനൂരിലും നന്മണ്ടയിലും നടത്തിയ സംവാദം, ക്രിസ്ത്യൻ മിഷനറിമാർക്കെതിരെ എടക്കരയിൽ നടത്തിയ സംവാദം, മഹാനായ ശൈഖുന ശംസുൽ ഉലമ. അങ്ങനെ കൃത്യമായ ആ കാലഘട്ടത്തിലേക്ക് ചിന്തിക്കുമ്പോൾ അവരുടെയൊക്കെ കഷ്ടപ്പാട്, ഇന്ന് അവർ വിരിച്ചു തന്ന തണൽ മരത്തിൻ്റെ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുകയാണ് നമ്മൾ. അവർ ആ പൂർവ്വസൂരികളായ മഹത്തുക്കൾ സഹിച്ച ത്യാഗം എത്രയാണ്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ആർക്കാണ് കരച്ചിൽ വരാതിരിക്കുക? കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹം ആ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങളെ കൂടെ ജീവിച്ച ആളാണ്. മഹാനായ ശൈഖുന ശംസുൽ ഉലമയോട് ഒന്നിച്ച് ജീവിച്ച ആളാണ്. ശംസുൽ ഉലമയുടെ ശിഷ്യനായ KK ഹസ്രത്തിൻ്റെ ശിഷ്യനാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് സമസ്ത സ്ഥാപക ദിനത്തിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഈ വയസ്സ്, തൻ്റെ വാർദ്ധക്യ ഘട്ടം അഥവാ വല്ലാതെ ശാരീരികമായ അവശതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു പ്രയാസത്തോട്, ഈ ഒരു സങ്കടത്തോടു കൂടെയുള്ള ഒരു സമീപനം ഉണ്ടാവാതിരിക്കൽ എങ്ങനെയാണ്? കാരണം ആ കാലഘട്ടത്തെ ഓർത്തുപോകും ആരായാലും. മഹാനായ ശൈഖുന ശംസുൽ ഉലമയാണ് എന്നെ സമസ്തയിലേക്ക് നീ ഞങ്ങളുടെ കൂടെ വന്ന് നിന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് മഹാനായ ശൈഖുന ശംസുൽ ഉലമയാണ് കാന്തപുരം ഉസ്താദിന് ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശ പടയോട്ട വീതിയിൽ വഴികാട്ടിയായി നിന്നത്. കൊട്ടപ്പുറം സംവാദം വഹാബി പ്രസ്ഥാനത്തിന് ഇന്നും അതിൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ല. അവിടെ മഹാനായ ശംസുൽ ഉലമയാണ് അത് നിയന്ത്രിച്ചത്. അന്ന് സുന്നികൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചപ്പോൾ മഹാനായ നാട്ടിക ഉസ്താദ്, ആ കൊട്ടപ്പുറ സംവാദം വെല്ലുവിളിച്ച ആൾ മഹാനായ കല്ലൂർ ഉസ്താദ്, നവ്വർ അല്ലാഹു മർക്കദഹും, അള്ളാഹു എടുക്ക ദറജേറ്റി കൊടുക്കട്ടെ. മഹാനായ ശൈഖുന ശംസുൽ ഉലമയാണ് AP ഉസ്താദിനെ പറഞ്ഞയക്കുന്നത്, നീ പോയി അതിനെ നേരിടണം.
എന്നിട്ട് എന്താ ഉണ്ടായത്? മഹാനായ ശൈഖുന ശംസുൽ ഉലമ ആത്മീയമായി നിയന്ത്രിക്കുന്നു. ഈ പണ്ഡിതന്മാർ, കല്ലൂർ ഉസ്താദ്, നാട്ടിക ഉസ്താദ്, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, അവരൊക്കെ പോയി നേരിടുന്നു. വഹാബി പ്രസ്ഥാനത്തെ അവിടെ വെച്ചുകൊണ്ട് തോറ്റ് തുന്നം പാടിപ്പിച്ചു. ഇതൊക്കെ ഉണ്ടായത് കൊട്ടപ്പുറം സംവാദം. ഇതൊക്കെ ഓർക്കുമ്പോൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദും ശൈഖുന ശംസുൽ ഉലമയും അവരൊക്കെ സഹിച്ച ത്യാഗങ്ങൾ ആലോചിക്കുമ്പോൾ ആർക്കാണ് വിതുമ്പൽ വരാതിരിക്കുക? അപ്പോൾ അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ടുള്ള ആ കരച്ചിൽ, നേരത്തെ തന്നെ ഈ വിഷയകമായി സുന്നി ഐക്യം ആഹ്വാനവുമായി അദ്ദേഹം വരികയുണ്ടായി. സമസ്ത അതിനെ സ്വാഗതം ചെയ്തു. അതിനുവേണ്ടി ഒരുപാട് സിറ്റിങ്ങുകൾ നടത്തി, ഒരുപാട് സിറ്റിങ്ങുകൾ. പക്ഷേ ആ ഐക്യം അണിഞ്ഞില്ല എന്ന് മാത്രം. അതിന് കാരണം ആരാണ് അതിന് കാരണക്കാർ? തീർച്ചയായിട്ടും ഈ സംഘടന, ഇത് അള്ളാഹുവിൻ്റെ മഹാന്മാർ സ്ഥാപിച്ചതാണ്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കണം ഇത് ഒന്നിക്കണമെന്ന്. ഇവിടെ സ്ഥാനമോഹങ്ങളില്ല, ഇവിടെ അധികാരങ്ങളില്ല, ഇവിടെ മറ്റുള്ള താല്പര്യങ്ങളില്ല, ഭൗതികമായ ലക്ഷ്യങ്ങളില്ല. ഭൗതികമായ ലക്ഷ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നുവെങ്കിൽ മഹാനായ ശൈഖുന ശംസുൽ ഉലമ ആ ലക്ഷ്യം വെച്ച് പുലർത്തേണ്ടിയിരുന്നു. വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പ് പോലും മഹാനായ ശൈഖുന ശംസുൽ ഉലമ തൻ്റെ അന്ത്യാഭിലാഷമായി പറഞ്ഞത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒന്നിക്കണമെന്നാണ്, ഐക്യമുണ്ടാവണമെന്നാണ്, പിരിഞ്ഞു പോയവർ, വേർപെട്ടു പോയവർ തിരിച്ചു വന്ന് ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നാണ്. ഇത് മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ ആഗ്രഹമാണ്. അത് AP ഉസ്താദ് അനുസ്മരിക്കുകയുണ്ടായല്ലോ. ഞാൻ അമേരിക്കയിൽ പോകാൻ ഒരുങ്ങി നിശ്ചയിച്ച് നിൽക്കുന്ന ദിവസത്തിലാണ് മഹാനായ ശൈഖുന ശംസുൽ ഉലമ രോഗശയ്യയിൽ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ശംസുൽ ഉലമയുടെ വഫാത്തിൻ്റെ മുമ്പ് എനിക്ക് അടിയന്തരമായിട്ട് അമേരിക്കയിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ ദിവസം എത്താൻ കഴിഞ്ഞിട്ടില്ല, സംബന്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ മുമ്പ് ശംസുൽ ഉലമ രോഗിയായ സമയത്ത് ശംസുൽ ഉലമയെ പോയി കാണുകയും കാര്യങ്ങൾ സംസാരിക്കുകയും വിശാലമായി ഈ ഐക്യത്തെ സംബന്ധിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് യാത്ര പറഞ്ഞ് പോയതാണ് എന്നാണ് AP ഉസ്താദ് അനുസ്മരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ മനസ്സുകൊണ്ട് യോജിക്കുമ്പോൾ പിന്നെ ഈ മനസ്സുകൊണ്ട് അകറ്റാൻ, ഇവിടെ വിള്ളൽ സൃഷ്ടിക്കാൻ, ഇവിടെ ഭിന്നതയുണ്ടാക്കാൻ ആരാണ് ശ്രമം നടത്തിയത്? അതുകൊണ്ട് കൃത്യമായിട്ട് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അതിൽ കൃത്യമായിട്ടൊരു കുറ്റബോധവും ഉണ്ടാകും. കാരണം അങ്ങനെ സംഭവിച്ചു പോയല്ലോ, ദൗർഭാഗ്യകരമായൊരു പിളർപ്പ് സംഭവിച്ചു പോയല്ലോ, അതിന് കാരണക്കാരായിപ്പോയല്ലോ എന്ന ഒരു വിഷമവും കുറ്റബോധവും ഉണ്ടാകും. അതേതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ഒരു ബോധോദയമാണ്. അപ്പോൾ ഈ കുറ്റബോധമുണ്ടാവാൻ കാരണം അങ്ങനെ തൻ്റെ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചു പോയല്ലോ, ഇതൊരു കുറ്റബോധമാണല്ലോ, അതാർക്കും ഉണ്ടാകും. പക്ഷേ അതിന് കാരണക്കാർ ഈ ശംസുൽ ഉലമയെയും AP ഉസ്താദിനെയും അകറ്റാൻ, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ അകറ്റാൻ കാരണക്കാർ ആരാണ്? നമുക്ക് കൃത്യമായിട്ടിപ്പോൾ അത് വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല. കൃത്യമായും ഇതിൻ്റെ പിന്നിൽ നവീനവാദികളാണ്, പുത്തൻ പ്രസ്ഥാനക്കാരാണ്. അവരുടെ വളർച്ച മുരടിച്ചപ്പോൾ അതിന് കാരണമേതാ? സമസ്ത രൂപീകരിച്ചതോടുകൂടെ സകലമാന ബിദഈ പ്രസ്ഥാനത്തെയും നഖശിഖാന്തം സമസ്തയുടെ ആലിമ്യങ്ങൾ എതിർത്തപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ അവർക്ക് വേരോട്ടമില്ലാതെയായി അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവർക്കത് മൂലമുണ്ടായ അമർഷം, കടുത്ത പകയും വിദ്വേഷവും, അതാണ് അവർക്ക്, ഈ നവീനവാദികൾക്ക്, പുത്തൻ പ്രസ്ഥാനക്കാർക്ക് സമസ്തയെ പുലർത്താൻ കാരണമായത്. അവരതിന് തക്കം പാർത്ത് അതിന് ചില രാഷ്ട്രീയ പാർട്ടിയെ കൂട്ടുപിടിച്ച് അവരൊരുക്കിയതായ ഒരു കെണിയായിരുന്നു അത്.
അങ്ങനെ ദൗർഭാഗ്യകരമായ പിളർപ്പുണ്ടായി. അക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ അതിൻ്റെ പേരിൽ തെറിയഭിഷേകം ചെയ്തു, അവരുടെ കോലം കത്തിച്ചു, പലരുടെയും മുതഅല്ലിമീങ്ങളുടെയും ഉസ്താദുമാരുടെയും ഭക്ഷണം അന്നം മുടക്കി. അതിൻ്റെ പേരിൽ പല വിധത്തിലുള്ള അക്രമങ്ങൾ അരങ്ങേറി, മദ്രസകൾക്ക് ചുമരുവെച്ചു, കൊലപാതകങ്ങൾ നടന്നു. പലതും അതിൻ്റെ പേരിൽ അന്തഛിദ്രതയുണ്ടായി. അങ്ങനെ പല പ്രശ്നങ്ങളും 989 അത് മുതൽ കുറച്ച് കാലമുണ്ടായി. പരസ്പരം കണ്ടാൽ സലാം പറയാത്ത അവസ്ഥ, കല്യാണങ്ങളിലും മരണവീടുകളിലും സംബന്ധിക്കാത്ത അവസ്ഥ, ഇതൊക്കെ ഉണ്ടായി. പക്ഷേ ഈ പ്രസ്ഥാനം ഒന്നിച്ച് പ്രവർത്തിക്കണം, ഒന്നിച്ച് പോവണം, ഈ ഉമ്മത്ത് യോജിച്ച് മുന്നോട്ട് പോകണം എന്ന ആശയം മഹാനായ ശൈഖുനാ ശംസുൽ ഉലമക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അത് AP ഉസ്താദ് അനുസ്മരിക്കുക മാത്രമല്ല, അദ്ദേഹവും ഈ അടുത്ത കാലങ്ങളിലായി ആ ആശയം മുന്നോട്ട് വെക്കുകയും സമസ്ത അതിനെ സ്വാഗതം ചെയ്യുകയും അതിനുവേണ്ടി വീണ്ടും ഇരുന്നു. ഇന്നലെ ഇപ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ ആ ഒരു ദുഃഖമാർന്ന വിതുമ്പലോടുകൂടിയുള്ള പ്രയാസത്തോടുകൂടെയുള്ള ആ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടെ സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ നേതാക്കളായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെയും അതുപോലെ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറയുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഈയൊരു പ്രസ്താവനയെ കൃത്യമായും അവർ മുഖവിലക്കെടുത്തുകൊണ്ട് ഈ പിളർപ്പിന് കാരണക്കാരായ ആളുകൾ ആരാണ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചില ആളുകളാണ് എന്നെ അകറ്റിയത് എന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞല്ലോ. 50 കൊല്ലം സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ എളിയ പ്രവർത്തകനായി പ്രവർത്തിച്ചു വരുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹമീദ് ഫൈസി പറയുന്നത് എന്താ? എനിക്കും കൃത്യമായി അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ സമസ്തയുടെ പ്രബോധന വീതിയിൽ ഈ അടുത്ത കാലത്ത് തന്നെ അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നും ചില ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്നിച്ച് പോകരുത്. കാരണം ഈ 2 പേരും ഈ പ്രസ്ഥാനം ഒന്നിച്ച് പോയി കഴിഞ്ഞാൽ ക്ഷീണം വരുന്നത് തങ്ങൾക്കാണ് എന്ന് മനസ്സിലാക്കിയ കുടില മനസ്കരായ വഹാബിക്കൂട്ടങ്ങൾ, അവരാണ് രാഷ്ട്രീയ പാർട്ടിയെയൊക്കെ ചുപ്പടിക്ക് കീഴിൽ നിർത്തിക്കൊണ്ട് ആ തൽപര കക്ഷികൾ ഉണ്ടാക്കിയതായ ഒന്നാണ് ഈ പിളർപ്പ് എന്നുള്ളതാണ്. പക്ഷേ ആ പിളർപ്പിന് അവർ അതിൽ നിന്നുകൊടുത്തു, ഉസ്താദുമാരുടെ വഴിക്ക് പോകാതെ നിന്നുകൊടുത്തു എന്നുള്ളത് അവർ ചെയ്ത തെറ്റാണ്. ആ ഒരു കുറ്റബോധം ഇന്ന് എല്ലാവർക്കും ഉണ്ടാകും. കാരണം കൃത്യമായി ഇവിടെ പറഞ്ഞാൽ മഹാനായ ശൈഖുനാ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഉള്ള കാലം, മുസ്തജാബു ദഅവയായ മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് യാ വദൂദ് യാ വദൂദ് യാ ഫആലു ലിമാ യുരീദ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ മഴയില്ലാതെ പ്രയാസപ്പെടുന്ന സ്ഥലത്ത് മഴ വർഷിച്ച സാഹചര്യം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ ഇവരുടെ ഉസ്താദുമാരായ മഹാനായ കണ്ണിയത്ത് ഉസ്താദും ശൈഖുനാ ശംസുൽ ഉലമയും ഉള്ള കാലം, കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡൻറ്റും ശൈഖുനാ ശംസുൽ ഉലമ സെക്രട്ടറിയുമായ കാലം, ഒന്നിച്ചു നിന്ന് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതിന് പകരം ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ ആ ഉസ്താദുമാരുടെ വഴിയിൽ നിന്ന് അങ്ങ് മാറി. അതിനവർ ചില കാരണങ്ങൾ പറഞ്ഞു. ആ കാരണങ്ങൾ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ആ കാരണങ്ങൾ, അവർ പോകാൻ ഉന്നയിച്ച കാരണങ്ങൾ ചിലതൊക്കെ ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ചില നേതാക്കന്മാർ ആ കാര്യം അംഗീകരിച്ചുകൊണ്ട് ശരിവെക്കുന്നത്. അവർ പിരിഞ്ഞു പോകുമ്പോൾ ഉന്നയിച്ച കാരണം ഇതൊക്കെയാണ്. വഹാബികളുടെ ബന്ധം, അവരുടെ ഈ കടന്നുകയറ്റം, ബെഞ്ചതൽ പോലെ വഹാബികൾ സുന്നി പ്രസ്ഥാനത്തിലേക്ക്, പ്രത്യേകിച്ച് സമസ്തയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിന് നമ്മൾ പാലം മുറിച്ചു കൊടുക്കാൻ, പാലമിട്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറാവരുത് എന്നതായിരുന്നു അവർ മുന്നോട്ട് വെച്ച കാര്യം. പക്ഷേ
മഹാനായ ശൈഖുന ശംസുൽ ഉലമക്ക് പിയച്ചിട്ടില്ല, കണ്ണിയത്ത് ഉസ്താദിന് പിയച്ചിട്ടില്ല എന്ന് കൃത്യമായി അന്നും ഇന്നും നമുക്ക് പറയാൻ സാധിക്കും. അവർ പോയത് ആ റൂട്ടിൽ തന്നെയാണ്. പക്ഷേ അവരെ ചില രാഷ്ട്രീയക്കാർ സ്വാധീനിച്ചു എന്നൊക്കെ പറയുന്നത് ഈ പണ്ഡിതന്മാരെ ഒരു രാഷ്ട്രീയക്കാർക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതത്ര ശരിയുണ്ട് എന്ന് എനിക്കും തോന്നുന്നില്ല. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ ഇവർ ലാ യഖാഫൂന ലൗമത്ത ലായിമിൻ, ഒരാക്ഷേപകൻ്റെ ആക്ഷേപത്തെയും പേടിക്കാത്ത അങ്ങനെയുള്ള ഒരു നിലപാടുകാരനായിരുന്നല്ലോ ശംസുൽ ഉലമ. അവിടെ ഒരു രാഷ്ട്രീയക്കാരനെയും കൂസുകയില്ല. അവർ രാഷ്ട്രീയക്കാരൻ്റെ മുമ്പിൽ അടിയറ പറയാൻ തയ്യാറായിട്ടില്ല. അവർ തെറ്റ് ചെയ്തപ്പോൾ അവരെ തിരുത്താൻ മുഖം നോക്കാതെ ആളെ നോക്കാതെ തുറന്നടിച്ചിട്ടുണ്ട് മഹാനായ ശൈഖുന ശംസുൽ ഉലമ. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ശംസുൽ ഉലമയുടെ ആ പ്രഭാഷണം നമുക്ക് കിട്ടുമല്ലോ. മുഖം നോക്കാതെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് നോക്കാതെ കൃത്യമായി അതിനെതിരെ മഹാനായ ശൈഖുന ശംസുൽ ഉലമ ശബ്ദമുയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനായ ശൈഖുന ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും അവർ നിന്ന ആ പാത തെറ്റാത്ത, വ്യതിചലിക്കാത്ത, സുന്ദരമായ ഋച്ചുവായ പാതയാണ്. പക്ഷേ ആ പാതയിൽ നിന്ന് വ്യതിചലിച്ച് പിന്നെ പോവുകയും ഇപ്പോൾ ഏകദേശം ഒരു 10-40ഓളം വർഷം അവർ മാറി നിന്ന് പ്രവർത്തിച്ചു. എങ്കിലും ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് അറബി കോളേജുകളും യതീംഖാനകളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അവരും നടത്തി. അങ്ങനെയാണല്ലോ ഇഖ്തിലാഫ് ഉമ്മത്തി ഖൈർ, എൻ്റെ ഉമ്മത്തിൻ്റെ ഭിന്നത അത് ഖൈറാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പിളർപ്പ് അങ്ങനെയൊക്കെയാണെങ്കിലും സുന്നികൾക്ക് ഒരേ ആശയമുള്ള ഒരേ വിശ്വാസമുള്ള സുന്നികൾക്കുള്ള ഈ ഒരു പിളർപ്പ് അത് ഒട്ടും ആശ്വാസകരമല്ല. ശുഭവാർത്തയാണ് ഉണ്ടാവേണ്ടത്. ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ആ ഒരു നല്ല വാർത്തയാണ് ഉണ്ടാവേണ്ടത്. ആ ഒരു നല്ല വാർത്ത, ആ ഒരു നല്ല നാൾ നമ്മൾ കാത്തിരിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ ആ പാതയിൽ നിന്ന് തെറിപ്പിക്കാൻ വേണ്ടി ഇന്നും ഛിദ്രശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമെന്ന് ചോദിച്ചാൽ, താൻ നട്ടുവളർത്തിയ, താൻ ഉപ്പും ചോറും കൊടുത്ത് തങ്ങളുടെ ഉപ്പും ചോറും തിന്ന് വളർന്ന ആളുകൾ ഇന്ന് തിരിഞ്ഞു കുത്തുകയാണ്. ഇത് എല്ലാവരും അനുഭവിക്കും, ഈ തിരിഞ്ഞുകുത്തൽ. ഉസ്താദുമാർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ മുർഷിദുകളാണ്, നമ്മുടെ വഴികാട്ടികളാണ്. ആ ഉസ്താദുമാരെ ധിക്കരിച്ച് ആര് പോയാലും അവർക്കതിൻ്റെ ഗുരുത്തക്കേടുണ്ടാകും. ഇപ്പം ഇന്ന് ഒരു പറ്റം ആളുകൾ തങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരുപാട് ത്വരീക്കത്ത് എല്ലാ ത്വരീക്കത്തും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ത്വരീക്കത്തിലൂടെയാണ് നമുക്ക് ഹക്കീക്കത്തും മഅരിഫത്തിലേക്കൊക്കെ എത്തുക. അതിന് ശരീഅത്ത് വേണം. ശരീഅത്തില്ലാത്ത ത്വരീക്കത്ത് എന്ത് ത്വരീക്കത്താണ്? അങ്ങനെയുള്ള ചില വ്യാജന്മാരിവിടെ വിലസുന്നുണ്ട്. ആ വ്യാജന്മാരെയാണ് അന്ന് മഹാനായ ശൈഖുന ശംസുൽ ഉലമ നമുക്ക് പരിചയപ്പെടുത്തി തന്ന വ്യാജന്മാരെ തിരിച്ചറിയണം. ഏതൊരു സംഗതിക്കും ഡ്യൂപ്ലിക്കേറ്റുണ്ട്, ഒറിജിനാലിറ്റിയുമുണ്ട്. അതിൽ ഒറിജിനൽ തിരഞ്ഞെടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ് തള്ളിക്കളയുക. എന്നാൽ ചില ആളുകൾ, കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ആളുകൾ കാടടച്ച് ആക്ഷേപിക്കുന്നവരാണ്. ഔലിയാക്കന്മാരെയും ത്വരീക്കത്തിനെയും ഒക്കെ കാടടച്ച് ആക്ഷേപിക്കുന്നവരുണ്ട്. സുന്നത്ത് ജമാഅത്തിന് അതിന് സാധ്യമല്ല. എല്ലാറ്റിനും ഒരു ഡ്യൂപ്ലിക്കേറ്റുമുണ്ട്, ഒറിജിനലുമുണ്ട്. ത്വരീക്കത്തിലും ഒറിജിനലായ ത്വരീക്കത്തുണ്ട്. ഖാദിരിയ, ചിശ്തിയ, സുഹ്റവർദിയ, റിഫാഇയ, ഇതൊക്കെ നല്ല ത്വരീക്കത്തുകളാണ്. എന്നാൽ ചില പിയച്ച ത്വരീക്കത്തുകൾ, അവരുടെ കള്ളവാദങ്ങൾ, പൊള്ളത്തരങ്ങൾ